Hey my beautiful, welcome back to my Puffs channel. Very good morning. July month എന്തൊക്കെ സീക്രട്ട് ബ്ലെസ്സിങ്സ് ആണ് അല്ലെങ്കിൽ സീക്രട്ട് സർപ്രൈസ് ആണ് നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ളത് നോക്കാം. എക്സലന്റ്. സോ ജൂലൈ മന്ത് നിങ്ങൾ വളരെ റെയർ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്നതായിരിക്കാം, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്നതായിരിക്കാം. നിങ്ങളുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടായിരിക്കണം. അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. സോ ചില ആളുകൾക്ക് നിങ്ങളൊരു ബെറ്റർ പൊസിഷനിലേക്ക് വന്നിട്ടുണ്ടായിരിക്കണം. സോ വെൽ ഡ്രസ്ഡ് ആവേണ്ട, എസ്പെഷ്യലി കോസ്റ്റ്ലി ഡ്രസ്സൊക്കെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വർക്ക് പ്ലേസിൽ ഉണ്ടായിരിക്കണം. സോ അങ്ങനത്തെ എന്തെങ്കിലും കമ്പനിയിലേക്ക് നിങ്ങൾ വരുന്നതായിരിക്കാം, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം. ഓർ നിങ്ങളുടെ ഡ്രസ്സിംഗിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവാണ്. എസ്പെഷ്യലി നിങ്ങളുടെ അപ്പിയറൻസ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങളെ പ്രസന്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ജൂലൈ മന്ത്, അത് നിങ്ങളുടെ ഒരു സീക്രറ്റ് ആണ്. ഓൾറൈറ്റ്. ഓർ ചില ആളുകൾക്ക് നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ഇവന്റ് ജൂലൈ മന്ത് സംഭവിക്കുന്നുണ്ടായിരിക്കണം. സോ നിങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കണം. ഓർ സ്പെഷ്യൽ ആയിട്ടുള്ള ഇവന്റ്സ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കണം. സോ ചില ആളുകൾക്ക് മാരേജ് ആയിരിക്കാം, എൻഗേജ്മെന്റ് ആയിരിക്കാം, കമ്മിറ്റ്മെന്റിലേക്ക് വരുന്നതായിരിക്കാം. സോ നിങ്ങൾ നിങ്ങളുടെ ബ്യൂട്ടി, നിങ്ങളുടെ അപ്പിയറൻസിൽ ഒരുപാട് കോൺഷ്യസ് ആവേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ചില ഡ്രസ്സ് ഇടുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. എസ്പെഷ്യലി നമ്മൾ ഇടുന്ന വസ്ത്രങ്ങൾ നമ്മുടെ കോൺഫിഡൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റിനെ ഏറ്റവും കൂടുതൽ എടുത്തു കാണിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ ഒരു മാറ്റം സംഭവിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഒരുപാട് കൂടുന്നുണ്ട്. നിങ്ങൾ പുതിയ സ്റ്റൈല് നിങ്ങളുടെ മേലെ തന്നെ പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. ഓക്കെ. സോ അത് നിങ്ങൾക്ക് ഏറ്റവും ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഏറ്റവും സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചില കാര്യങ്ങളെ നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാതെ നിങ്ങളുടെ ലൈഫിൽ വീഴുന്നുണ്ട്, ഓക്കെ, വന്നു ചേരുന്നുണ്ട്. സോ പെട്ടെന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിരിക്കാം. ചിലത് വളരെ അൺപ്ലാൻഡ് ആയിട്ട് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കില്ല. ഈ ഒരു കാര്യം വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം ഇതുപോലത്തെ ഒരു മാറ്റം. ഓൾറൈറ്റ്. സോ മേ ബി ലൈക്ക് എന്തെങ്കിലും ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുള്ള ആളുകളായിരിക്കാം. ഓക്കെ. പക്ഷെ ചില ആളുകൾക്ക് ജൂലൈ മന്ത് സംഭവിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് ചില കാര്യത്തിലേക്ക് നിങ്ങൾ വന്നു ചേരുന്നുണ്ട്. ഓക്കെ. സോ പെട്ടെന്ന് ചില ചേഞ്ചസ്, അത് റിലേഷൻഷിപ്പിലായിരിക്കാം. ഓക്കെ. സോ നിങ്ങൾ കൂടുതൽ കോൺഷ്യസ് ആക്കുന്ന ചില കാര്യങ്ങൾ ജൂലൈ മന്ത് സംഭവിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ അപ്പിയറൻസിൽ ഒരുപാട് ചേഞ്ച് കൊണ്ടുവരുത്തുന്ന ഒരു കാര്യമാണ്. എക്സാക്ട്ലി. നിങ്ങൾ സംസാരിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്, ജോബിൽ വരുന്ന സമയത്ത് ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. പറഞ്ഞു കൊടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. ഇറ്റ്സ് ലൈക്ക് ജൂലൈ മന്ത് നിങ്ങൾ സംസാരിക്കേണ്ട ഒരു ടൈം കൂടിയാണ്. ആൻഡ് അത് വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് വാട്ട് ഐ എം സീയിങ് ഇസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓർ ചില ആളുകൾക്കുള്ള ഒരു വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾ ചില കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങളുടെ വർക്ക് പ്ലേസിലായിരിക്കാം, നിങ്ങളുടെ കോളേജിലോ, അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത്, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ. നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യേണ്ട ചില സിറ്റുവേഷൻസ്, ഇറ്റ്സ് ലൈക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്പീച്ച് നിങ്ങൾ ജൂലൈ മന്ത് ചെയ്യുന്നുണ്ട്. അത് വർക്ക് പ്ലേസിലായിരിക്കാം. ഓർ ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു ബ്യൂട്ടിഫുൾ സ്പീച്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു വ്യക്തിയുടെ അടുത്തായിരിക്കാം. ഓക്കെ. സോ ലവ് റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലായിരിക്കാം. സോ നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള ഫീലിംഗ്സ്, നിങ്ങളുടെ കോൺസെപ്റ്റ് എന്താന്നുള്ളത് വളരെ ബോൾഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നിങ്ങളുടെ വാക്കുകളും അവിടെ ഒരുപാട് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ അപ്പിയറൻസ് മാത്രം എന്നുള്ളതല്ല. ജൂലൈ മന്ത് what hidden blessings. ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു ലീഡർ ആവുന്നുണ്ട്. സോ നിങ്ങളെ ആളുകള് ബെറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ എവിടെ പോകുന്ന സമയത്ത് സോ നിങ്ങൾക്കൊരു കൈൻഡ് ഓഫ് VIP ട്രീറ്റ് ഉണ്ടാവുന്നുണ്ട്. അതുപോലത്തെ ചില മാറ്റങ്ങള് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾക്ക് ഇത് പ്രഗ്നൻസി ആയിരിക്കാം. ഓക്കെ. സോ നിങ്ങൾ വളരെ സ്പെഷ്യൽ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ചില ലൈഫ് ഇവന്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ ഇൻ ആൻഡ് ഔട്ട് നിങ്ങൾക്ക് ഒരുപാട് ഗ്ലോ ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ. സോ ഒരുപാട് കാര്യങ്ങൾ, കൂടുതൽ കാര്യങ്ങളിലേക്ക് നിങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. സോ നിങ്ങൾ ജൂലൈ മന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് ഒരു കോമ്പറ്റീഷൻ ആണ്. ഓക്കെ. സോ നിങ്ങളുടെ അടുത്ത് കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. കോമ്പീറ്റ് ചെയ്യേണ്ട ചില ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. സോ അവിടെ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രം നല്ലതല്ല, വളരെ ബോൾഡ് ആയിട്ട് വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്. നിങ്ങൾക്ക് കോമ്പറ്റീഷൻ നല്ലതാണ്. നിങ്ങൾ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈവൻ ലൈക്ക് പഠിക്കുന്ന കുട്ടികളായിരിക്കാം നിങ്ങൾ,
ഏത് സിറ്റുവേഷനിലാണോ നിങ്ങൾ നിൽക്കുന്നത് അവിടെ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ഉണ്ടാവുന്ന സമയത്താണ് നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ഡിസ്കവർ ചെയ്യുന്നത്, ഇതുപോലെ നിങ്ങൾ ഒരുപാട് കോൺഷ്യസ് ആവുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ എന്താണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒരു കാര്യം നിങ്ങളുടെ ആ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ ആ ഒരു വേർഷൻ നിങ്ങൾ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ജൂലൈ മന്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങളുടെ ഒരു ബ്രാൻഡ് ന്യൂ ബിഗിനിങ് പോലെ, ഓക്കെ, നിങ്ങളുടെ എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വരുന്ന സമയത്ത് അതുപോലത്തെ ഒരു മാറ്റം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആളുകൾ നിങ്ങൾ വളരെ വർത്ത് ആയിട്ടുള്ള പ്രൈസ്ലെസ് ആയിട്ടുള്ള ചില കാര്യത്തിലേക്ക് ഇൻവോൾവ് ആവുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു ഹിഡൻ ബ്ലെസ്സിംഗ് ആണ്. ജൂലൈ മന്ത് നിങ്ങൾക്ക് കരുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ ചില ആളുകൾ പെട്ടെന്നായിരിക്കാം നിങ്ങൾ പുതിയൊരു ജോബിലേക്ക് വരുന്നുണ്ടായിരിക്കാം, പുതിയ പ്ലേസ്, പുതിയ ജോബ്, പുതിയ സിറ്റുവേഷൻ. അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടാവുന്നുണ്ട്, എന്നാലേ നിങ്ങൾക്ക് സെൽഫ് ഗ്രോത്ത് ഉണ്ടാവുന്നുള്ളൂ. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് ആ ഒരു വാശി ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ എങ്ങനെങ്കിലും ഒരു ജോബിലേക്ക് വരിക അല്ലെങ്കിൽ എങ്ങനെങ്കിലും ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരിക എന്നുള്ളതല്ല, ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിൽ ഏറ്റവും കൂടുതൽ ഉയർത്തുന്ന ഒരു കാര്യമായിരിക്കാം. ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ്. ചില കാര്യങ്ങൾ നിങ്ങൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ചില ആളുകൾക്ക് അത് മാരേജ് ആണ്. ഓക്കെ, സോ പെട്ടെന്ന് നിങ്ങളുടെ മാരേജിൽ എന്തെങ്കിലും കൺഫർമേഷൻ, നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും കൺഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾ പുതിയ റിലേഷൻഷിപ്പിലേക്ക് വരുന്നുണ്ട്, പുതിയ സ്നേഹം. ഓക്കെ, സോ അതായിരിക്കും നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ വലിയൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ അപ്പിയറൻസിൽ നിങ്ങളെ പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഒരുപാട് കോൺഷ്യസ് ആവുന്നുണ്ട്. അത് നിങ്ങളെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു ടൈമാണ്. ഓക്കെ, നിങ്ങളുടെ ബ്യൂട്ടി നിങ്ങൾ ഇത്ര കാലം കണ്ടതുപോലെയല്ല. സോ നിങ്ങളുടെ ഒരു പ്രത്യേക ഭംഗി, നിങ്ങളുടെ ഒരു പ്രത്യേക ഭംഗി അല്ലെങ്കിൽ ഒരു ഹിഡൻ ബ്യൂട്ടി നിങ്ങൾ പുറത്തേക്ക് കണക്ട് ചെയ്യുന്ന ചില ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ചില ആളുകൾക്ക് ടീം വർക്ക് ആയിട്ട് നിൽക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. അത് വർക്ക് പ്ലേസിലായിരിക്കാം. സോ പുതിയ ആളുകൾ, പുതിയ വർക്ക് സിറ്റുവേഷൻ, പുതിയ ഫ്രണ്ട്ഷിപ്പ് വർക്ക് സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് സോ ഇതുപോലത്തെ ചേഞ്ചസും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഒരു ടീമിലാണെന്നുണ്ടെങ്കിൽ, ഒരു ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കണം അവിടെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത്, നിങ്ങളായിരിക്കണം കാര്യങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് ആ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അറ്റൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, സോ അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.